ഹലോ കൂട്ടുകാരെ, ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അച്ചപ്പത്തിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. എല്ലാവർക്കും അറിയാം അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചപ്പൊടിയാണ്, അതായത് വറക്കാത്ത പൊടിയാണ്. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് അരമുറി തേങ്ങയുടെ പാലും എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ടയും പിന്നെ 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര. അപ്പം പഞ്ചസാര വേണമെന്നുള്ളവർ പഞ്ചസാര എടുത്താൽ മതി. പഞ്ചസാര വേണ്ടെങ്കിൽ, മധുരം വേണ്ടാത്തവർ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വാനില എസൻസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് കാണിക്കാൻ വിട്ടുപോയി. അതായത് മുട്ടയുടെ ഒരു സ്മെല്ല് ഒത്തിരി ഒഴിക്കരുത്. ഒഴിക്കുമ്പോഴത്തേക്ക് ആ അപ്പത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഒരു സ്വല്പം, പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചാണത്. അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് നല്ലതായിട്ട് അടിച്ചിട്ട് ഇതിനകത്തോട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് നല്ല കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കണം. അത് നമുക്കൊരു ദോശമാവിൻ്റെ പരുവമുണ്ടല്ലോ, ആ പരുവത്തിന് വേണം നമുക്കിത് യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പം എല്ലാവരും കുറച്ച് നേരം വെക്കണമെന്നോ ഒന്നുമില്ല. നമുക്ക് കുഴച്ചാൽ ഉടനെ തന്നെ ഒരു 10 മിനിറ്റ് പോലും വെക്കണ്ട, ഉടനെ തന്നെ നമുക്ക് എടുക്കാം. ഉണ്ടാക്കാൻ ആകുമ്പോഴത്തേക്ക് കുറച്ച് ജീരകവും എള്ളും കൂടെ നമുക്ക് അതിനകത്തോട്ട് ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പം ഇത് 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാൻ ഉടനെ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഉണ്ടാക്കാറാകുമ്പോഴത്തേക്ക് സ്വല്പം ഒരു നുള്ള് ഉപ്പും പിന്നെ സോഡാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി അതിനകത്തോട്ട് നമ്മൾ ആ ഉണ്ടാക്കുന്ന അച്ചിട്ടിട്ട് നല്ലതായിട്ട് ചൂടാക്കണം. നല്ലതായിട്ട് ചൂടായെങ്കിലേ നമുക്ക് ഇതിൽ ഈ മാവ് പിടിക്കത്തുള്ളൂ. അപ്പോൾ അച്ച് ചൂടായപ്പോൾ അതെല്ലാം എടുക്കാറായപ്പോഴാണ് ഞാൻ ഉപ്പും സ്വല്പം സോഡാപ്പൊടിയും കൂടി ഇട്ടത്. സോഡാപ്പൊടി അതായത് ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ, അതും കൂടെ ഇട്ടിട്ട് ഇളക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് മൊത്തം മുങ്ങിപ്പോകരുത്, അതായത് അച്ച് മുഴുവനും മുങ്ങരുത്. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ മുക്കാവുള്ളൂ. അപ്പം നമുക്കിനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് കൊച്ചുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാം. അതായത് വലിയവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ടീനേജിനൊക്കെ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്നുണ്ടാക്കുക. നമ്മളൊന്ന് ചൂടായി അങ്ങോട്ട് വരുമ്പോഴത്തേക്കൊന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ നല്ല ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് ഉടനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടുമ്പം തന്നെ അത് പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉടനെ നമ്മൾ ആ അച്ച് പിന്നെയും ചൂടാക്കണം. ചൂടായി നല്ല ഇതെടുത്ത് മാറ്റിയിട്ട് ഞാൻ ഒരെണ്ണം എടുക്കുന്ന ഒരു പാത്രത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, അതായത് ആ ചട്ടിയിലാണ്. അപ്പോൾ ഇതിന് നമ്മൾ അടുത്ത ഉണ്ടാക്കുമ്പോഴേക്കും ഈ അച്ച് നല്ലതായിട്ട് ചൂടാക്കിയിട്ട് വേണം പിന്നെ അടുത്ത മാവിലേക്ക് നമ്മൾ മുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ മുക്കിയിട്ട് നമ്മൾ ആദ്യമേ ഒന്ന് മുക്കിയിട്ട് രണ്ടാമത് ഒന്നുകൂടെ ഒന്നുകൂടെ വെക്കണം. 1/4 ഭാഗം മുക്കി ഒന്നുകൂടി ഇങ്ങനെ മുക്കിയെടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. നല്ല ഇതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇത് നല്ല ക്രിസ്പിയാണ്, ഇത് ബാക്കി വന്ന മാവ് ഞാൻ ഈ എണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ച് ഇങ്ങനെ പൊരി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കേ, ബൈ. നല്ല ടേസ്റ്റാണ്. നല്ല കരിയിടാൻ നിൽക്കാം.